ഭാരത പര്യടനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി സന്ദർശനത്തിൽ കേരളമില്ല. മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ മാത്രമാണ് മെസ്സി എത്തുക. ഡിസംബറിലാകും മെസ്സിയുടെ ഭാരത സന്ദർശനം. ഇതോടെ നവംബറിൽ മെസ്സി കേരളത്തിലെത്തുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം പൊളിയുകയാണ്. വിവരങ്ങൾ ശ്യാം ബാബു കോറോത്ത് നൽകും. ശ്യാം, ഈ മെസ്സി വരും വരില്ല എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയത് തന്നെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ കായിക മന്ത്രിയുമൊക്കെയാണ്. ഇപ്പോൾ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മെസ്സി തന്നെ ഔദ്യോഗികമായി ഇട്ടിരിക്കുന്ന ഈ പട്ടികയ്ക്കകത്ത് നമ്മുടെ രാജ്യത്തെ മുംബൈയുണ്ട്, ഡൽഹിയുണ്ട്, പക്ഷേ കേരളമില്ല. തീർച്ചയായും ഗൗതം, വളരെ വളരെ കൃത്യമായി നമുക്ക് അത് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് ഈ നിമിഷത്തിൽ നമുക്ക് കൃത്യമായി തന്നെ ആധികാരികമായി പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗതം, പ്രേക്ഷകരുടെ ഒപ്പം തന്നെ ഗൗതത്തിന്റെയും ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മാസം 23-ാം തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധിയായ ഹെക്ടർ ഡാനിയൽ കബ്രേര അദ്ദേഹം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു. കളിക്കളത്തിന്റെ നിലവാരത്തിലും മറ്റു കാര്യങ്ങളിലും അദ്ദേഹം വലിയ സംതൃപ്തി രേഖപ്പെടുത്തിയെന്ന് ഉള്ളടക്കത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹിമാൻ ഒരു ഔദ്യോഗികമായി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മെസ്സി അടങ്ങുന്ന അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരത്തിന് മുന്നോടിയായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും നിലവിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ അല്പസമയം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂർ മുമ്പാണ് ഫുട്ബോളിന്റെ മിശിഹ തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഭാരത പര്യടനത്തിൽ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് 14 വർഷങ്ങൾക്ക് ശേഷം ഞാനിതാ ഭാരതത്തിലേക്ക് എത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഇടത്തേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം ഈ ഭാരത പര്യടനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ന്യൂഡൽഹിയുണ്ട്, മുംബൈ ഉണ്ട്, ഒപ്പം തന്നെ കൊൽക്കത്തയുമുണ്ട്. പക്ഷെ കേരളം എവിടെ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഫുട്ബോൾ ആരാധകരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും മെസ്സിയുടെയും അല്ലെങ്കിൽ റൊണാൾഡോയും ഒക്കെ വലിയ ആരാധകരാണ്. സ്വാഭാവികമായിട്ടും മെസ്സി വരും 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 എന്ന് പറഞ്ഞ് പറ്റിച്ചത് എന്താണ് എന്നതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ മെസ്സി പറയുന്നത് മേ ബി വൺ മോർ സിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കുന്ന സോഴ്സുകൾ പ്രകാരം പറയാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ അഹമ്മദാബാദും തെലങ്കാനയുമായിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ 2 സിറ്റികളും കൃത്യമായി തന്നെ അവിടുത്തെ ഭരണകർത്താക്കൾ ഉൾപ്പെടെ ഈ സ്പോൺസർ ടീമുമായി മെസ്സിയെ ഗോ ടൂർ എന്ന വലിയ പരിപാടി, അതായത് ഈ 3 സിറ്റിയിലും വലിയ വലിയ ഇവന്റുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ ഫുട്ബോൾ താരങ്ങളുമായി മെസ്സിയുടെ ഇന്ററാക്ഷൻ, മറ്റ് വലിയ കലാപരിപാടികൾ, അങ്ങനെ ഗോ ടൂർ എന്ന പേരിൽ വലിയൊരു ഇവന്റ് തന്നെയാണ് ഈ സ്പോൺസർഷിപ്പ് ചെയ്ത ആളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മെസ്സിയെ കൊണ്ടുവരാനുള്ള വലിയ ആത്മാർത്ഥമായ ശ്രമം ഇപ്പോൾ നിലവിൽ തെലങ്കാനയും അഹമ്മദാബാദും നടത്തുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സിറ്റി ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ മെസ്സി അഹമ്മദാബാദോ അല്ലെങ്കിൽ തെലങ്കാനയോ, ഈ 2 സിറ്റികളിൽ ഒന്ന് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ശ്യാം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, ഇപ്പോൾ അഹമ്മദാബാദ് ആണെങ്കിലും തെലങ്കാനയൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് കേരളമാണ്. പ്രത്യേകിച്ച് അർജന്റീന ടീമിനാണെങ്കിലും മെസ്സിക്കൊക്കെ ആണെങ്കിലും ഫുട്ബോൾ ലോകകപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെയുള്ള യുവാക്കളുടെ ഫുട്ബോൾ ആവേശം എത്രത്തോളം വലുതാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനം മാറ്റപ്പെടുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മെസ്സി വരികയും ചെയ്യുമ്പോൾ എവിടെയാണ് ഈ വലിയ പാളിച്ച ഈ സംസ്ഥാന സർക്കാരിനും മറ്റും സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് ഈ പാളിയിരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പാളിച്ച എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായൊരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഗൗതം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത്. ഇവിടെ നേരത്തെ തന്നെ നമ്മൾ ജനം ടി.വി ഈ കാര്യം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് അർജന്റീന ടീമിന്റെ പ്രതിനിധി വന്ന സമയത്ത് തന്നെ നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. മെസ്സി വരുമോ ഇല്ലയോ, നിങ്ങൾ ആദ്യം പറയൂ. അത് ബി.ജെ.പി നേതാവ് ശ്രീ PR ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. മെസ്സി വരുമോ ഇല്ലയോ, നിങ്ങൾ അതിന് ഉത്തരം തരുന്നു. അതിന് പകരം പറഞ്ഞത് മെസ്സി അടക്കമുള്ള കളിക്കാർ വരാൻ പോകുന്നു എന്ന രീതിയിൽ, മെസ്സിപ്പട വരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചില പ്രതികരണങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അർജന്റീന ടീം വരുന്നുണ്ട്, പക്ഷേ അവിടുത്തെ ഒരു പക്ഷേ 3ഓ 4ഓ അല്ലെങ്കിൽ വിഭാഗത്തിലേക്ക് പോകുന്ന, അതായത് പ്രാധാന്യമുള്ള കളിക്കാരൊന്നുമില്ലാത്ത രീതിയിലുള്ള അർജന്റീന ടീം ഇവിടെ വരുന്നുണ്ട്. അവർ കൊച്ചിയിൽ കളിക്കുന്നുമുണ്ട്. പക്ഷേ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അന്നും അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കാം. കാരണം മെസ്സി കേരളത്തിൽ വരുന്നില്ല.
മെസ്സി തന്നെ ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം കൊൽക്കത്തയിൽ വരുന്നുണ്ട്. തീയതി അടക്കം നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത 13, 14, 15 ഈ 3 തീയതികളിലാണ് അദ്ദേഹം കൊൽക്കത്തയിൽ വരുന്നുണ്ട്, മുംബൈയിൽ വരുന്നുണ്ട്, ഒപ്പം ഡൽഹിയിൽ വരുന്നുണ്ട്. കേരളത്തിൽ വരുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വൺ മോർ സിറ്റി എന്നുകൂടി അദ്ദേഹം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ സ്പോൺസർ ടീമുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കുന്നത് നോ വേ എന്നുള്ള ഒരു പ്രതികരണമാണ് പറയുന്നത്. കാരണം ഇസ് ദർ എനി ചാൻസ് കേരള എന്ന് നമ്മളൊക്കെ ഫുട്ബോൾ ഫാൻസ് ആണ്, മിഷിഹ ഇവിടെ വരണമെന്ന് നമ്മളൊക്കെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് അവരോട് നമ്മൾ കാര്യം തിരക്കിയത്. ഇവിടെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി നോ വേ, എ ബിഗ് നോ എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. പകരം അഹമ്മദാബാദും തെലങ്കാനയുമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അന്തിമ പട്ടികയിലുള്ളത്. അങ്ങനെയെങ്കിൽ മെസ്സി പറഞ്ഞ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ച വൺ മോർ സിറ്റി ഒരുപക്ഷെ അഹമ്മദാബാദോ തെലങ്കാനയോ ആകും. അവിടെയും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം, ഗൗതം ചോദിച്ച ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്തിമഘട്ടത്തിൽ പോലും കേരളം ശ്രമിക്കുന്നില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കെട്ടുകാഴ്ചകളും ഈ പറയുന്ന അവകാശവാദങ്ങളും ഒക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ഇതിൽ വ്യക്തത നൽകേണ്ടത് സംസ്ഥാനത്തെ സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന കായിക മന്ത്രിയുമാണ്. മെസ്സി വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനാണ് ഇനി കൃത്യമായ ഉത്തരം വേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ജനം TV നമുക്ക് കൃത്യമായി തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നു, മെസ്സി കേരളത്തിലേക്ക് വരില്ല. ഗൗതം, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. മെസ്സി വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പവും പ്രചരണങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മെസ്സി ഇന്നിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഭാരത സന്ദർശനം സംബന്ധിച്ചുള്ള ആ ലിസ്റ്റിനകത്ത് ന്യൂഡൽഹി, കൊൽക്കത്ത, അതോടൊപ്പം തന്നെ മുംബൈ തുടങ്ങിയ പ്രദേശങ്ങളുണ്ട്. ആ ലിസ്റ്റിനകത്ത് കേരളമില്ല. അഹമ്മദാബാദ്, തെലങ്കാന തുടങ്ങിയ, അതായത് ഗുജറാത്ത്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവസാന ഘട്ടം മെസ്സിയെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ശ്യാം ബാബു കൊറോത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.